നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 085/2024 ആംബുലൻസ് അസിസ്റ്റൻറ്റ്. ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് ഈ വീഡിയോയിലും റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലും ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? അപ്പോൾ ഇവിടെ 0.99 അതിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്? ഇത് കാണാൻ 2ൽ നിന്നും 0.99 കുറയ്ക്കുക. ഇപ്പോൾ 5ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 7 കിട്ടുക? ഇത് കാണാൻ 7 - 5 2 എന്ന് പറയുന്നത് പോലെ 0.99ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്? അപ്പോൾ 2ൽ നിന്നും കുറയ്ക്കുക. 2 ദശാംശസ്ഥാനം ഇടുക. കാരണം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ദശാംശത്തിന് ശേഷം ഇടുന്ന ഈ 0ന് വിലയൊന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ ഇവിടെ ഈ 0നും വിലയൊന്നുമില്ല. ഈ പോയിൻറ്റിന് മുമ്പ് ഇവിടെ മറ്റ് സംഖ്യയൊന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറയ്ക്കുക. 2 പോയി 1 ആയി, 10 പോയി 9 ആയി, 10. 10ൽ നിന്ന് 9 പോയാൽ 1, 0, 1. 1.01 ഓപ്ഷൻ ബി. ഇതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ഓപ്ഷൻസിൽ നിന്ന് ഇപ്പം നമ്മൾ ഓരോന്നും എടുത്ത് കുറച്ച് നോക്കിയാൽ 0.99ൻ്റെ കൂടെ 1.001, അതുപോലെ 0.99ൻ്റെ കൂടെ 0.01, ഇങ്ങനെയൊക്കെ കൂട്ടി നോക്കി ഓപ്ഷൻസും ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ്. അടുത്ത ചോദ്യം, മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ചയായാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? അപ്പം മാർച്ച് 1-ാം തീയതി, അപ്പോൾ ഒരാഴ്ച, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇങ്ങനെ സൺഡേ. ഇതിൽ മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ 2, ഇനി 7 കൂട്ടുക, 9, 16, 23, 30. ഇത്രയും ചൊവ്വാഴ്ചകളായിരിക്കും. മാർച്ച് ആണ്ട് 31 വരെയുണ്ട്. അതിൽ ചൊവ്വാഴ്ചകൾ ഇത്രയുമായിരിക്കും. 5 ചൊവ്വാഴ്ചകൾ. ഉത്തരം 5 ചൊവ്വാഴ്ചകളായിരിക്കും ഉണ്ടാവുക. ഉത്തരം ഓപ്ഷൻ സി 5. അടുത്ത ചോദ്യം, 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? അപ്പോൾ 0ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 1. ഇനി 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3. 3ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 6. 6ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 10. അപ്പോൾ സ്വാഭാവികമായിട്ടും 10ൻ്റെ കൂടെ 5 കൂട്ടുക, 15. 10ഉം 5ഉം കൂടി കൂട്ടി 15. ഇവിടെ 10 + 5 15. ഓപ്ഷൻ ഡി 15 ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 25ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട്? അപ്പോൾ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് 2, 3. 2 ആണ് ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ. ദ ഒൺലി ഈവൻ പ്രൈം നമ്പർ. 2, 3, 5, 7 ഇത്രയുമാണ് 10ന് താഴെയുള്ള 4 അഭാജ്യ സംഖ്യകൾ. ഇനി 11, 13, 17, 19 ഇതാണ് 10നും 20നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ. ഇനി 23, ഇതാണ് 20 കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 25ന് മുമ്പായിട്ട് വരുന്നത് ഇത്രയുമാണ്. 4, 8, 1, 9 അഭാജ്യ സംഖ്യകൾ.
പ്രൈം നമ്പേഴ്സാണ് 25-ന് മുൻപായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 0.0049 .0049 വർഗ്ഗമൂലം കാണുക. അപ്പോൾ ഇവിടെ 49 വർഗ്ഗമൂലം 7 ഇത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 4 ദശാംശ സ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വർഗ്ഗമൂലം കാണുമ്പോൾ അതിൽ 2 ദശാംശ സ്ഥാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയിൽ 4 ദശാംശ സ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വർഗ്ഗമൂലം കാണുമ്പോൾ 2 ദശാംശ സ്ഥാനങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ 0.07 ഇങ്ങനെ. ഇവിടെ 4 ഉള്ളതുകൊണ്ട് ഇവിടെ 2. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ തീവണ്ടി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പോസ്റ്റൊക്കെ കടന്നു പോകാനാണെങ്കിൽ തീവണ്ടിയുടെ നീളം മാത്രം നോക്കിയാൽ മതി. ഇതൊരു പാലം കടക്കാനാകുമ്പോൾ പാലത്തിൻ്റെ നീളവും തീവണ്ടിയുടെ നീളവും കൂടി കൂട്ടണം. അപ്പോൾ ട്രെയിനിൻ്റെ നീളത്തിൻ്റെ കൂടെ പാലത്തിൻ്റെ നീളവും കൂടി കൂട്ടണം. എന്നിട്ട് അതിൻ്റെ വേഗത അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ നീളം ബൈ വേഗത. അപ്പോൾ 150 പ്ലസ് 350 ബൈ 12.5 ഈക്വൽ ടു 500 ബൈ 12.5. അപ്പോൾ 12.5 ഇൻറ്റു 4 50 അപ്പോൾ 12.5 ഇൻറ്റു 40 സെക്കൻഡ്. അതാണ് ഉത്തരം. സെക്കൻഡ്. ഓപ്ഷൻ എ 40 സെക്കൻഡ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര? അപ്പോൾ ഇപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് നോക്കാം. മകളുടെ വയസ്സ് 21 ആണെങ്കിൽ അതിൻ്റെ 3 മടങ്ങ് 63 വരും. 63. അപ്പോൾ ഇവിടെ 51 അതുകൊണ്ട് അതല്ല. ഇനി 18 ആണെങ്കിൽ മകളുടെ വയസ്സെങ്കിൽ അമ്മയുടെ വയസ്സ് 54 വരണം. അപ്പോൾ അതും അല്ല. ഇനി 20 ആണെങ്കിൽ മകളുടെ വയസ്സെങ്കിൽ അമ്മയുടേത് 60 ആയിരിക്കണം. 17 ആണെങ്കിൽ 51. അപ്പോൾ മകളുടെ വയസ്സ് 17. ഇവിടെ നമ്മൾ എക്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസിൽ നിന്ന് തന്നെ പോകാം. ഓപ്ഷൻസിൽ നിന്നും മകളുടെ വയസ്സ് 17 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 17 ഇൻറ്റു 3. അപ്പോൾ 51 കിട്ടും. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയുള്ള മെത്തേഡാണ് എളുപ്പം. അല്ലെങ്കിൽ മകളുടെ വയസ്സ് എക്സ് ആണ്, അമ്മയുടേത് 3x ആണ് 51. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 51/3 17. ഇങ്ങനെ എക്സിൻ്റെ മെത്തേഡ് എളുപ്പമുള്ളവർക്ക് പെട്ടെന്ന് എക്സിലോട്ട് പോകാം, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്നും പോവാം. ഉത്തരം 17. അടുത്ത ചോദ്യം, എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? ഇപ്പോൾ ഇതിൽ ആദ്യം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ചിലർക്ക് ഫ്രാക്ഷനിലൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രം ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറയുകയാണ്. ഇത് ഒരു സാധനം, ഒരു ചോക്ലേറ്റോ എന്തെങ്കിലുമാണ്, അതിനെ 8 ആയിട്ട് ഭാഗിക്കുന്നു. ഇതാണ് 1/8 എന്ന് പറയുന്നത്.
8 ഭാഗിച്ചിട്ട് അതിൻ്റെ ഓരോ പീസ്, ഇതാണ് 1/8. ഇങ്ങനെയുള്ള എത്ര ചേരുമ്പോഴാണ് ഈ ചോക്ലേറ്റിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് പകുതിയിൽ വെച്ച് മുറിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു ചോക്ലേറ്റിനെ ഇങ്ങനെ പകുതിയാക്കിയേക്കുന്നു. അപ്പോൾ ഈക്വലാകുമ്പോൾ ഇപ്പുറത്തോട്ടും 4 1/8, അപ്പുറത്തോട്ടും 4 1/8. അപ്പം 4 1/8 ഇങ്ങനെ ചേരുമ്പോഴാണ് അത് ഹാഫ് ആകുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് സാധാരണ എക്സാമിന് നമുക്ക് ചെയ്യാൻ 1/2 ഡിവൈഡഡ് ബൈ 1/8. ഇതാണ് മാത്തമാറ്റിക്കലായിട്ട് ചെയ്യുന്നത്. ഇത് ആ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. 1/2 ഇൻറ്റു 8/1 ഈക്വൽ ടു 4. 4 1/8 ചേരുമ്പോഴാണ് അരയാകുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി 4. ഇനി അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും യഥാക്രമം 144 24 എന്നിവയാണ്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അപ്പോൾ ലസാഗു ഉസാഖയും ഗുണിക്കുമ്പോൾ 72 ഇൻറ്റു മറ്റേ സംഖ്യ കിട്ടണം. അവിടെ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലസാഗയുടെ ഒരു ഘടകമാണോ ഉസാഖ എന്ന് നോക്കുക. അപ്പോൾ 144ൻ്റെ ഘടകം ഒരു ഫാക്ടറാണ് 24. 24 ഇൻറ്റു 6 144 എങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചില ചോദ്യങ്ങളിൽ ഇവയൊന്നുമല്ല അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ തന്നെ കാണില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതെപ്പോഴും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലസാഗയുടെ ഘടകമായി വരുന്ന ഫാക്ടറായിട്ട് വരുന്നത് തന്നെയാണ് ഉസാഖ. ഇവിടെ അതെ. അപ്പോൾ ഇനി എക്സ് കണ്ടുപിടിക്കാൻ 144 ഇൻറ്റു 24/72. 24 ഇൻറ്റു 3 ഇവിടെ 48 ആണ് മറ്റേ സംഖ്യ. ഉത്തരം 48 ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. 38 45 207 389. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ 38 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പേഴ്സാണ്. ബാക്കി 45 207 389 ഇതെല്ലാം ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഉത്തരം 38 തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ 38 45 207 ഇതെല്ലാം ഭാജ്യസംഖ്യകളും 389 ഒരു അഭാജ്യ സംഖ്യ പ്രൈം നമ്പറും കൂടിയാണ്. അങ്ങനെയും ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ സംഖ്യകൾ നമുക്ക് പെട്ടെന്ന് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളുമാണ്. പെട്ടെന്ന് നോക്കുമ്പം ഇക്കൂട്ടത്തിൽ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകൾ. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് തന്നെ പോകാം. ബാക്കി എല്ലാം ആദ്യത്തെ 2 അക്കമുള്ള 2 ഡിജിറ്റും രണ്ടാമത്തത് 2 3 അക്കസംഖ്യകളുമാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഇരട്ട സംഖ്യ 38. പിന്നെ നോക്കുമ്പോഴാണ് 389 ഒരു പ്രൈം നമ്പർ അഭാജ്യസംഖ്യ. പക്ഷേ ഓക്കെ, പെട്ടെന്ന് കാണുമ്പം നമുക്ക് വരുന്നത് ഇതാണല്ലോ. അപ്പം 38 ഇരട്ട സംഖ്യ. അപ്പോൾ ഇതാണ് ആദ്യത്തെ 10 ചോദ്യങ്ങൾ. ഈ വീഡിയോ കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത 10 ചോദ്യങ്ങളും കൂടെ സോൾവ് ചെയ്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.